PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2023 ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ, കേരളം, ഭരണ സംവിധാനങ്ങളും, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. 2023 അന്തരിച്ച മുൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MS ജോസഫ് എന്ന് പറയുന്നത്. 2023 അന്തരിച്ച മുൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MS ജോസഫ് എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴ സ്പൈസസ് പാർക്ക് തൊടുപുഴ. ഏകദിന ലോകകപ്പിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് തികച്ച താരമാണ് രോഹിത് ശർമ്മ, ഡേവിഡ് വാർണർ എന്നിവര്. അപ്പോൾ ഇവിടെ എന്താണ് നോക്കാം, വൺഡേ അല്ല, ഏകദിന ലോകകപ്പിലെ കാര്യമാണ് പറയുന്നത്. ടെസ്റ്റോ മറ്റ് 2020 ഒന്നുമല്ല. ഏകദിന ലോകകപ്പിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് തികച്ച താരങ്ങളാണ് രോഹിത് ശർമ്മ, അതുപോലെ ഡേവിഡ് വാർണർ. MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ് തഞ്ചാവൂർ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? MS സ്വാമിനാഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ് തഞ്ചാവൂർ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് 2023 പുതിയ പതാക സ്വീകരിച്ചത്? അത് വ്യോമസേനയാണ്. ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് 2023 പുതിയ പതാക സ്വീകരിച്ചത്? അത് വ്യോമസേനയാണ്. വ്യോമസേന. കൊല്ലപ്പെട്ട ഇറാനിയൻ സിനിമാ സംവിധായകനാണ് ദാരിയുഷ് മെർജുയി. കൊല്ലപ്പെട്ട ഇറാനിയൻ സിനിമാ സംവിധായകനാണ് ദാരിയുഷ് മെർജുയി. JNUവിന്റെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ വനിതയാണ് ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ. എന്താണ്? JNUവിന്റെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ വനിതയാണ് ടാൻസാനിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള സാമിയ സുലുഹു ഹസൻ. കേന്ദ്ര സർക്കാർ പുതുതായി രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച ബോർഡ് ഏതാണ്? ബോർഡാണ് ദേശീയ മഞ്ഞൾ ബോർഡ്. കേന്ദ്ര സർക്കാർ പുതുതായി രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച ബോർഡാണ് ദേശീയ മഞ്ഞൾ ബോർഡ്. നാവികസേന ചീഫ് ഓഫ് പേഴ്സണലായി നിയമിതനായത് കൃഷ്ണ സ്വാമിനാഥൻ. നാവികസേന ചീഫ് ഓഫ് പേഴ്സണലായി നിയമിതനായത് കൃഷ്ണ സ്വാമിനാഥൻ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് PTIയുടെ പുതിയ പ്രസിഡന്റ് രാകേഷ് ശർമ്മയാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അഥവാ PTI പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റാണ് രാകേഷ് ശർമ്മ. ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? തെലങ്കാനയിലാണത്. ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് ട്രൈബൽ സർവകലാശാല, ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? തെലങ്കാനയിൽ. നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കോൺഫറൻസ് 2023 വേദി ന്യൂഡൽഹി ആയിരുന്നു. ഏതാണ്? നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കോൺഫറൻസിന്റെ വേദി 2023 വേദി ന്യൂഡൽഹിയാണ്. ഗായോ തേനോ ഗാർബോ എന്ന കവിത രചിച്ചത് നരേന്ദ്രമോദിയാണ്. എന്താണ്? ഗായോ തേനോ ഗാർബോ എന്ന കവിത രചിച്ചത് നരേന്ദ്രമോദി. ഗായോ തേനോ ഗാർബോ എന്ന കവിത രചിച്ചത് നരേന്ദ്രമോദി. അടുത്തിടെ കിഴക്കൻ തീരത്ത് നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവച്. അണ്ടർ 20 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് റൗണക് സാധ്വാനി. അണ്ടർ 20 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് റൗണക് സാധ്വാനി. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്? അത് ക്രിക്കറ്റ്, സ്ക്വാഷ്, അതേപോലെ ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോൾ, ഫ്ലാഗ് ഫുട്ബോൾ, ലാക്രോസ് എന്നിവയാണ്. 2028 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ നമ്മുടെ പാരീസ് 2024 പാരീസ് ഒളിമ്പിക്സിലാണ് അതിൻ്റെ ദീപശിഖ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടീസൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ ഗ്രീസിൽ കണ്ടു അപ്പോൾ 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ആഞ്ചൽസിലാണ്. ലോസ് ആഞ്ചൽസിൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനങ്ങളാണ് ക്രിക്കറ്റ്, സ്ക്വാഷ്, അതേപോലെ ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഫ്ലാഗ് ഫുട്ബോൾ, അതേപോലെ ലാക്രോസ് എന്നിവ. അടുത്തത്
മികച്ച നടനുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരാണ്? JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡാണ് മികച്ച നടനുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് കുഞ്ചാക്കോ ബോബനാണ്. മികച്ച നടനുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് കുഞ്ചാക്കോ ബോബൻ. മികച്ച നടിക്കുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിന് അർഹയായത് മഞ്ജു വാര്യറാണ്. മികച്ച നടിക്കുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിന് അർഹയായത് മഞ്ജു വാര്യർ. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണൻ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. മികച്ച ചിത്രം എന്നാത്താൻ കേസുകൊട് എന്നാണ്. മികച്ച ചിത്രം എന്നാത്താൻ കേസുകൊട്. സ്വച്ഛ് ത്യോഹാർ ക്യാമ്പയിൻ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അല്ലെ. സ്വച്ഛ് ത്യോഹാർ ക്യാമ്പയിൻ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്സവങ്ങൾ കണക്കിലെടുത്ത് ഉത്തർപ്രദേശിലെ എല്ലാ മുനിസിപ്പൽ ബോഡികളിലും ശുചിത്വം നിലനിർത്തുന്നതിനാണ് ഈ പദ്ധതി. ഉത്സവങ്ങൾ കണക്കിലെടുത്ത് ഉത്തർപ്രദേശിലെ എല്ലാ മുനിസിപ്പൽ ബോഡികളിലും ശുചിത്വം നിലനിർത്തുന്നതിനാണ് ഈ പദ്ധതി. അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വിജയ്പൂർ ഔറയ്യ ഫൂൽപൂർ വാതക പൈപ്പ് ലൈൻ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? അത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആയിട്ടാണ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും അല്ലേ. അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വിജയ്പൂർ ഔറയ്യ ഫുൽപൂർ വാതക പൈപ്പ് ലൈൻ പദ്ധതി ഏത് സംസ്ഥാനങ്ങളിലായിട്ടാണ്? മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വിവരം എല്ലാം ഏകീകരിക്കുന്നതിനായി സർക്കാർ അവതരിപ്പിക്കുന്ന സംവിധാനം ആണ് വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID. എന്താണ് വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID? ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വിവരമെല്ലാം ഏകീകരിക്കുന്നതിന്, ഇന്ത്യയിലെ തന്നെ അക്രോസ് ഇന്ത്യയാണ്, ഇന്ത്യയിലെ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വിവരമെല്ലാം ഏകീകരിക്കുന്നതിനായി സർക്കാർ അവതരിപ്പിക്കുന്ന സംവിധാനമാണ് വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യ പരിശീലന കപ്പൽ നിർമ്മിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയവുമായി സഹകരിക്കുന്നത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യ പരിശീലന കപ്പൽ നിർമ്മിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയവുമായി സഹകരിക്കുന്നത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്. ഒമ്പതാമത് G20 പാർലമെന്ററി സ്പീക്കേഴ്സ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ് അല്ലെ. 9ാമത് G20 പാർലമെന്ററി സ്പീക്കേഴ്സ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ഗൂഗിൾ ആരംഭിച്ച സുരക്ഷാ പദ്ധതിയാണ് ഡിജി കവച്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ഗൂഗിൾ ആരംഭിച്ച സുരക്ഷാ പദ്ധതിയാണ് ഡിജി കവച്. അടുത്ത വടക്കേ അമേരിക്കയിലെ ആദ്യ ഗാന്ധി മ്യൂസിയമായ എറ്റേണൽ ഗാന്ധി മ്യൂസിയം സ്ഥാപിതമായത് ഹൂസ്റ്റണിൽ. വടക്കേ അമേരിക്കയിലാണ് കേട്ടോ ഇത്. വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ ഗാന്ധി മ്യൂസിയമാണ്. അതൊരു പോയിന്റാണ്. വടക്കേ അമേരിക്കയിലെ ആദ്യ ഗാന്ധി മ്യൂസിയമായ എറ്റേണൽ ഗാന്ധി മ്യൂസിയം സ്ഥാപിതമായത് ഹൂസ്റ്റണിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഹൂസ്റ്റണിൽ ഇത് നമ്മൾ 2023 ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സിൻ്റെ 2ാമത്തെ ഭാഗമാണ്, ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യമാണ് ജപ്പാൻ. ഇതൊരു ഇൻഫർമേഷനായിട്ട് കേട്ടാൽ മതി അല്ലേ. ബഹിരാകാശത്ത് ആദ്യമായി എലിയുടെ ഭ്രൂണങ്ങൾ വളർത്തിയ രാജ്യം ജപ്പാനാണ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ അല്ലേ, വിശപ്പ് സൂചികയാണല്ലോ ഹങ്കർ ഇൻഡെക്സ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ബെലാറസ് ആണ് അല്ലെ. വിശപ്പ് സൂചിക അല്ലെ. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ബെലാറസ് ആണ്. ഇനി 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമായിരിക്കണം. ഇവിടെ കൃത്യമായിട്ടത് കൊടുത്തിട്ടില്ല. 111 കണ്ടാ. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ എന്നേ ഉള്ളൂ. ഇന്ത്യയുടെ സ്ഥാനമായിരിക്കണം. അതവിടെ നിൽക്കട്ടെ, അത് പഠിക്കണ്ട, ഒന്ന് കൺഫേം ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഇതിൻ്റെ പോയിന്റ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 2023 നൊബേൽ പുരസ്കാര ചടങ്ങിലേക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കുള്ള ക്ഷണമാണ് നൊബേൽ ഫൗണ്ടേഷൻ പിൻവലിച്ചത്? റഷ്യ, ബെലാറസ്, ഇറാൻ എന്നീ രാജ്യങ്ങൾക്ക് ക്ഷണിച്ചിട്ടില്ല. 2023 നൊബേൽ പുരസ്കാര ചടങ്ങിലേക്ക് ഈ പറയുന്ന രാജ്യങ്ങളിലെ ആൾക്കാരെ ക്ഷണിച്ചിട്ടില്ല. റഷ്യ, ബെലാറസ്, ഇറാൻ അല്ലെ. 2023 നൊബേൽ പുരസ്കാര ചടങ്ങിലേക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കുള്ള ക്ഷണമാണ് നൊബേൽ ഫൗണ്ടേഷൻ പിൻവലിച്ചത്? റഷ്യ, ബെലാറസ്, ഇറാൻ. 2024
ചാങ് E6 അല്ലെ ചാങ് E6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ് അല്ലെ. ചാങ് E5 നമ്മൾ പഠിച്ചിട്ടുണ്ട് ചൈനയുടെ അല്ലെ. അപ്പോൾ 2024 ചാങ് E6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ്. ഏത് രാജ്യത്തെ ഒളിമ്പിക് കമ്മിറ്റിയാണ് അടുത്ത കാലത്ത് IOC സസ്പെൻഡ് ചെയ്തത്? റഷ്യ. ഏത് രാജ്യത്തെ ഒളിമ്പിക് കമ്മിറ്റിയെയാണ് അടുത്ത കാലത്ത് IOC സസ്പെൻഡ് ചെയ്തത്? റഷ്യ. അടുത്ത കാലത്ത് ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം നൽകാൻ വിസമ്മതിച്ചത്? ഇന്ത്യയാണ്. അടുത്ത കാലത്ത് ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം നൽകാൻ വിസമ്മതിച്ചത്? ഇന്ത്യയാണ്. അടുത്ത കാലത്ത് ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം നൽകാൻ വിസമ്മതിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടേത്. അടുത്തിടെ അബാബിൽ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം പാകിസ്ഥാനാണ് അല്ലെ. അടുത്തിടെ അബാബിൽ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം പാകിസ്ഥാൻ. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം ശ്രീലങ്കയാണ്. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം ശ്രീലങ്കയാണ്. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന പേരിൽ ഡോക്ടർ അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? USA മെരിലാൻഡിലാണ്. യുഎസ്എയിലെ മെരിലാൻഡിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന പേരിൽ ഡോക്ടർ അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? USA മെരിലാൻഡിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യമാണ് ഇസ്രയേൽ. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഇസ്രയേലാണ്. സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കാൻ പോകുന്ന സംവിധാനമാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിക്കാൻ പോകുന്ന സംവിധാനമാണ് ചാണക്യ ഡിഫൻസ് ഡയലോഗ്. 2023 അന്തരിച്ച മലയാള ചലച്ചിത്ര നടനാണ് കുണ്ടറ ജോണി എന്ന് പറയുന്നത് അല്ലെ. 2023 അന്തരിച്ച മലയാള ചലച്ചിത്ര നടനാണ് കുണ്ടറ ജോണി. ഒഡീഷയുടെ പുതിയ ഗവർണറാണ് രഘുബർ ദാസ്. ത്രിപുരയുടെ പുതിയ ഗവർണർ ഇന്ദ്രസേന റെഡ്ഡി നല്ലു. ഇത് 2023 ഒക്ടോബറിലെ വിവരമാണ്. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ എന്തായാലും നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ഇത് ഗവർണറും അതേപോലെ മുഖ്യമന്ത്രിമാരും അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിൽ സ്ഥാപിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബയോമിന്റെ ആദ്യ ഡയറക്ടറായി നിയമിതനാകുന്നത് സാബു തോമസ് ആണ്. കേരളത്തിൽ സ്ഥാപിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ആദ്യ ഡയറക്ടറായി നിയമിതനാകുന്നത് സാബു തോമസ്. VS അച്യുതാനന്ദന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യുന്ന ഒരു സമരനൂറ്റാണ്ട് എന്ന ജീവചരിത്രത്തിന്റെ രചയിതാവ് KV സുധാകരനാണ്. VS അച്യുതാനന്ദന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യുന്ന ഒരു സമരനൂറ്റാണ്ട് എന്ന ജീവചരിത്രത്തിന്റെ രചയിതാവ് KV സുധാകരനാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ എന്താണ്? കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ അശുതോഷ് ശർമ്മയാണ്. ഇത് 2020 ക്രിക്കറ്റിലെ കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ക്രിക്കറ്റ് 3 ഫോർമാറ്റ് ഉണ്ട്. ഏകദിന ക്രിക്കറ്റ് ഉണ്ട്, 2020 ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ അശുതോഷ് ശർമ്മയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയാണ് സ്ഥാപിച്ചത്? അത് അട്ടാരിയിലാണ്. നിതിൻ ഗഡ്കരിയാണ് ദേശീയ പതാക ഉയർത്തിയത് അല്ലെ. ഇത് അട്ടാരിയിലാണ്. നിതിൻ ഗഡ്കരിയാണ് ദേശീയ പതാക ഉയർത്തിയത്. ആരാണ്? നിതിൻ ഗഡ്കരി അല്ലെ. നിതിൻ ഗഡ്കരിയുടെ പേരിൽ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു, ഗഡ്കരി എന്ന് പറഞ്ഞിട്ട് അല്ലെ. നിതിൻ ഗഡ്കരിയാണ് ദേശീയ പതാക ഉയർത്തിയത്. അട്ടാരിയിലാണ്. ഔദ്യോഗിക വൃക്ഷം, പക്ഷി, മൃഗം, സ്പീഷീസ് എന്നിവ പ്രഖ്യാപിച്ച ആദ്യത്തെ നമ്മുടെ ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. കാഞ്ഞിരമാണ്. ഔദ്യോഗിക വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അത് കാഞ്ഞിരം ആണ്. പിന്നെ വൈറ്റ് ബെല്ലീഡ് സീഹോക്ക് അഥവാ വെള്ളവയറൻ കടൽപ്പരുന്താണ് പക്ഷി. എന്താണ്? വൈറ്റ് ബെല്ലീഡ് സീഹോക്ക് അഥവാ വെള്ളവയറൻ കടൽപ്പരുന്താണ് പക്ഷി അല്ലേ. ഇനി പാലപ്പൂവൻ ആമയാണ് സ്പീഷീസ് വരുന്നത്. പാലപ്പൂവൻ ആമയാണ് അല്ലെ മൃഗം വരുന്നത്. പാലപ്പൂവൻ ആമ. അപ്പോൾ ഔദ്യോഗിക വൃക്ഷം,
പക്ഷി, മൃഗം അല്ലെങ്കിൽ സ്പീഷീസ് എന്നിവ പ്രഖ്യാപിച്ച ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. ഔദ്യോഗിക പക്ഷി വൈറ്റ് ബെല്ലീഡ് സീഹോക്ക് അഥവാ വെള്ളവയറൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക മൃഗം അല്ലെങ്കിൽ സ്പീഷീസ് പാലപ്പൂവൻ ആമ. അല്ലെ. അടുത്തത് കാസർഗോഡിന്റെ ഔദ്യോഗിക പുഷ്പമാണ് പെരിയ പോളത്താളി. പെരിയ പോളത്താളി. കാസർഗോഡിന്റെ ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താളി. ഇസ്രയേൽ പോലീസിനായുള്ള യൂണിഫോമിന്റെ നിർമ്മാണം നടത്തിയ കേരളത്തിലെ സ്ഥാപനമാണ് മരിയൻ അപ്പാരൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അല്ലെ, മരിയൻ അപ്പാരൽ. നോക്കുക, ഏതാണ് ആ സ്ഥാപനം? മരിയൻ അപ്പാരൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. മരിയൻ അപ്പാരൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇസ്രയേൽ പോലീസിനായുള്ള യൂണിഫോമിന്റെ നിർമ്മാണം നടത്തിയ കേരളത്തിലെ സ്ഥാപനമാണ് മരിയൻ അപ്പാരൽ പ്രൈവറ്റ് ലിമിറ്റഡ്. മുംബൈയിൽ നടന്ന ഗ്ലോബൽ മാരിടൈം ഇന്ത്യ ഉച്ചകോടിയിൽ കൊച്ചി മെട്രോയ്ക്ക് എത്ര അവാർഡുകൾ ലഭിച്ചു? 2. മുംബൈയിൽ നടന്ന ഗ്ലോബൽ മാരിടൈം ഇന്ത്യ ഉച്ചകോടിയിൽ കൊച്ചി മെട്രോയ്ക്ക് എത്ര അവാർഡുകൾ ലഭിച്ചു? 2. 2023 ഒക്ടോബർ 20 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ പേരാണ് നമോ ഭാരത്. ഉത്തർപ്രദേശിലെ മീററ്റിലെ സാഹിബാദ്, ദുഹായ് ഡിപ്പോ സ്റ്റേഷനുകളെ ഇത് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ 2023 ഒക്ടോബർ 20 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ പേര് നമോ ഭാരത് എന്നാണ്. ഉത്തർപ്രദേശിലെ മീററ്റ്, സാഹിബാദ്, ദുഹായ് ഡിപ്പോ സ്റ്റേഷനുകളെ ഇത് ബന്ധിപ്പിക്കുന്നു. അടുത്ത ഒരു പേജിലാണ് അടുത്ത ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമോ ഭാരത് കോച്ചുകൾ, അല്ലെ, നമോ ഭാരത് കോച്ചുകൾ രൂപകൽപ്പന ചെയ്ത ഫ്രഞ്ച് കമ്പനി ഏതാണ്? അത് അൽസ്റ്റോമാണ്. നമോ ഭാരത് കോച്ചുകൾ രൂപകൽപ്പന ചെയ്ത ഫ്രഞ്ച് കമ്പനി അൽസ്റ്റോമാണ്. ഏറ്റവും വേഗത്തിൽ 26,000 റൺസ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തത് വിരാട് കോഹ്ലി. റിക്കി പോണ്ടിങ് 27,483 റൺസ് അടിച്ചിട്ടുണ്ട്. റിക്കി പോണ്ടിങ്. അതേപോലെ കുമാര സംഗക്കാര 28,016 റൺസ് അടിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ 34,387 എന്നിവരാണ് മുന്നിലുള്ളത്. അല്ലെ, ഏറ്റവും വേഗത്തിൽ 26,000 റൺസ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തത് വിരാട് കോഹ്ലിയാണ്. റിക്കി പോണ്ടിങ് 27,483 റൺസ്, കുമാര സംഗക്കാര 28,016 റൺസ്, സച്ചിൻ ടെണ്ടുൽക്കർ 34,387 റൺസ് എന്നിവരാണ് മുന്നിലുള്ളത്. ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് ആദ്യമായി കരാറുകാർക്ക് തുക ഓൺലൈനായി മാറി നൽകിയ ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. ഈ സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് ആദ്യമായി കരാറുകാർക്ക് തുക ഓൺലൈനായി മാറി നൽകിയ ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം. സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമാ ടൂറിസം കേന്ദ്രം പദ്ധതിക്ക് തുടക്കമിടുന്നത് എവിടെയാണ്? അത് വെള്ളായണി കായലിലെ കിരീടം പാലത്തിലാണ്. അല്ലെ, വെള്ളായണി കായലിലെ കിരീടം പാലമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമാ ടൂറിസം കേന്ദ്രം പദ്ധതിക്ക് തുടക്കമിടുന്നത് എവിടെയാണ്? വെള്ളായണി കായലിലെ കിരീടം പാലമാണ്. അപ്പൊ അടുത്ത ഒരു നോക്കാം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ അത് ബി അനന്തകൃഷ്ണനാണ്. ചാൻസലർ മല്ലിക സാരാഭായി ആണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ്, VC ആണ് ബി അനന്തകൃഷ്ണൻ. ചാൻസലർ മല്ലിക സാരാഭായി. ആദിവാസി വിഭാഗങ്ങളുടെ തനതു ജീവിത ശൈലിയുടെയും ആവാസ വ്യവസ്ഥയുടെയും നേർക്കാഴ്ച ഒരുക്കി തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നിലവിൽ വരുന്ന മ്യൂസിയമാണ് ആദിമം ദ ലിവിംഗ് മ്യൂസിയം. അല്ലെ, ആദിവാസി വിഭാഗങ്ങളുടെ തനതു ജീവിത ശൈലിയുടെയും ആവാസ വ്യവസ്ഥയുടെയും നേർക്കാഴ്ച ഒരുക്കി തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നിലവിൽ വരുന്ന മ്യൂസിയമാണ് ആദിമം ദി ലിവിംഗ് മ്യൂസിയം. 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് TN ശേഷഗോപാലനാണ്. 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് TN ശേഷഗോപാലനാണ്. 2023 യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ മികച്ച ടൂറിസം വില്ലേജ് പദവി നൽകി ആദരിച്ചത് ദോർദോയാണ്. 2023 യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ മികച്ച ടൂറിസം വില്ലേജ് പദവി നൽകി ആദരിച്ചത് ദോർദോയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 10ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? അത് PF മാത്യൂസ് ആണ്. 10ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് PF മാത്യൂസ് ആണ്. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം നേടിയത് പാലക്കാട് ആണ്. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം നേടിയത് പാലക്കാട്. സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബറിൽ CBI നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യമാണ്. സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബറിൽ CBI നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. 2023 പാരാ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഷാങ്ഷു ആണ്. 2023
പാരാ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഷാങ്ഷു. 2023 അന്തരിച്ച ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ബോബി ചാൾട്ടൺ ആണ്. ബോബി ചാൾട്ടൺ. ഞാനിവിടെ ഇത് വായിക്കുന്നത് നമ്മുടെ PSC ബുള്ളറ്റിൻ വാർഷിക വിശേഷ പതിപ്പിലെ വിവരങ്ങളാണ്. അതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയലുമായിട്ട് മിസ്മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. 2023 അന്തരിച്ച ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ബോബി ചാൾട്ടൺ ആണ്. ബോബി ചാൾട്ടൺ. മാമു കോയ ചിരിയുടെ പെരുമഴക്കാലം എന്ന പുസ്തകം രചിച്ചത് ബഷീർ രണ്ടത്താണിയാണ്. മാമു കോയ ചിരിയുടെ പെരുമഴക്കാലം എന്ന പുസ്തകം രചിച്ചത് ബഷീർ രണ്ടത്താണിയാണ്. 54ാമത് IFFI 54ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഉദ്ഘാടന ചിത്രം ആട്ടം ആണ്. ആട്ടം. അപ്പോൾ 54ാമത് IFFI ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്തത് ആട്ടം ആണ്. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 50 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ, ഇത് ഏകദിന ക്രിക്കറ്റിലെ കാര്യമാണ്. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 50 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. ഏകദിന ലോകകപ്പിൽ ഒന്നിലധികം തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് മുഹമ്മദ് ഷമി. എന്താണ്? ഏകദിന ലോകകപ്പിൽ ഒന്നിലധികം തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് മുഹമ്മദ് ഷമി. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. നാഷണൽ ഗെയിംസ് 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. നാഷണൽ ഗെയിംസ് ഗോവ. 2023 അന്തരിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ബിഷൻ സിംഗ് ബേദി എന്ന് പറയുന്നത്. ബിഷൻ സിംഗ് ബേദി 2023 അന്തരിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ബിഷൻ സിംഗ് ബേദി. നിപ്പ പ്രതിരോധത്തിന് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. നിപ്പ പ്രതിരോധത്തിന് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അത് നിപ്പയായിട്ട് കോഴിക്കോട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവിടെ തന്നെയാണ് കറക്റ്റായിട്ട് ഒരു ഗവേഷണ കേന്ദ്രം വേണ്ടതും. എപ്പോഴും നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെയല്ലേ, കോഴിക്കോടല്ലേ. അപ്പോൾ അത് നല്ല നീക്കമാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹുവ 29 എന്ന് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പലാണ് ഷെൻഹുവ 29. എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ISRO ചെയർമാൻ S സോമനാഥിന്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. ISRO ചെയർമാൻ S സോമനാഥിന്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. അടുത്തത് 2023 മെർലിൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? അത് അശ്വിൻ പരവൂറാണ്. 2023 മെർലിൻ പുരസ്കാരം നേടിയ മലയാളി അശ്വിൻ പരവൂറാണ്. 1984 ഭോപ്പാൽ വാതക ചോർച്ച ആധാരമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസാണ് ദ റെയിൽവേ മെൻ. 1984 ഭോപ്പാൽ വാതക ചോർച്ച ആധാരമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസാണ് ദ റെയിൽവേ മെൻ. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. നെതർലാൻഡ്സിനെതിരെ 40 പന്തിലാണ് സെഞ്ചുറി നേടിയത്. അപ്പോൾ ഇത് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ കാര്യമാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. നെതർലാൻഡ്സിനെതിരെ 40 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റത് അമോൽ മജുംദാർ ആണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റത് അമോൽ മജുംദാർ. ഏകദിന ലോകകപ്പിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉസാമ മിർ ആണ്. ഏകദിന ലോകകപ്പിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉസാമ മിർ. കുന്നംകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം നേടിയത് പാലക്കാടാണ്. കിരീടം നേടിയത് പാലക്കാട്. നിങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലും ആയിട്ട് നടത്താറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. വന്യജീവി ഫോട്ടോഗ്രാഫിയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ പുരസ്കാരം നേടിയത് വിഷ്ണു ഗോപാലാണ്. ഇപ്പോൾ ഇതെങ്ങനെ അറിയപ്പെടുന്നത്? വന്യജീവി ഫോട്ടോഗ്രാഫിയിലെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്ന ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ പുരസ്കാരം നേടിയത് വിഷ്ണു ഗോപാലാണ്. പുതുച്ചേരി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച വനിതാ മന്ത്രിയാണ് ചന്ദ്ര പ്രിയങ്ക. ചന്ദ്ര പ്രിയങ്ക. ദേശീയ ടീ ബോർഡ് ചെയർമാനായി നിയമിതനായത് അമർദീപ് സിംഗ് ഭാട്ടിയ. പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡിട്ട താരമാണ്
എച്ച് മണികണ്ഠ. പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡിട്ട താരം എച്ച് മണികണ്ഠ. 2023 അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവും മാതൃഭൂമി ഫുൾ ടൈം ഡയറക്ടറുമായ വ്യക്തിയാണ് PV ഗംഗാധരൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനാണ് ഇദ്ദേഹം. 2023 അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവും മാതൃഭൂമി ഫുൾ ടൈം ഡയറക്ടറുമായ വ്യക്തിയാണ് PV ഗംഗാധരൻ. അതുപോലെ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര താരമാണ് രാജ്കുമാർ റാവു. 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര താരം രാജ്കുമാർ റാവു. പോളിസി ഹോൾഡർമാർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിച്ച് ഇൻഷുറൻസ് പോളിസി പദങ്ങൾ നിർമ്മിക്കാൻ IRDAI രൂപവത്കരിച്ച 12-അംഗ കമ്മിറ്റിയുടെ ചെയർമാൻ എൽ വിശ്വനാഥൻ. ആർക്കാണ്? പോളിസി ഹോൾഡർമാർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിച്ച് ഇൻഷുറൻസ് പോളിസി പദങ്ങൾ നിർമ്മിക്കാൻ IRDAI രൂപവത്കരിച്ച 12-അംഗ കമ്മിറ്റിയുടെ ചെയർമാനാണ് എൽ വിശ്വനാഥൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറാണ് MS ധോണി. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറാണ് MS ധോണി. കേരളം കൈവരിച്ച പുരോഗതി വിളംബരം ചെയ്യാനെന്ന ലക്ഷ്യത്തോടെ കേരള ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന കേരളീയം 2023 വേദി തിരുവനന്തപുരമാണ്. കേരളം കൈവരിച്ച പുരോഗതി വിളംബരം ചെയ്യാനെന്ന ലക്ഷ്യത്തോടെ കേരള ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന കേരളീയം 2023 വേദി തിരുവനന്തപുരമാണ്. 2023 പുരുഷ വിഭാഗം ബാലൻഡിയോർ പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സിയാണ്. 2023 പുരുഷ വിഭാഗം ബാലൻഡിയോർ പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സി. ബ്രേക്കിംഗ് ദ മോൾഡ് റീ ഇമാജിനിങ് ഇന്ത്യാസ് ഇക്കണോമിക് ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജനും രോഹിത് ലാംബയും ചേർന്നാണ്. എന്താണ്? ബ്രേക്കിംഗ് ദ മോൾഡ് റീ ഇമാജിനിങ് ഇന്ത്യാസ് ഇക്കണോമിക് ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജനും പിന്നെ കൂടെ രോഹിത് ലാംബയും ചേർന്നിട്ടാണ്. രോഹിത് ലാംബ. അപ്പോൾ ബ്രേക്കിംഗ് ദ മോൾഡ് റീ ഇമാജിനിങ് ഇന്ത്യാസ് ഇക്കണോമിക് ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജൻ, രോഹിത് ലാംബ എന്നിവർ ചേർന്നാണ്. ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി ഏതാണ് ആ പുസ്തകത്തിന്റെ പേര്? ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി എന്ന പുസ്തകം രചിച്ചത് SY ഖുറേഷിയാണ്. ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി എന്ന പുസ്തകം രചിച്ചത് SY ഖുറേഷി. ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 29ാമത് കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച മാർക്കോടി ഭാഷയിലുള്ള ചിത്രമാണ് ഓങ്കാര. 29ാമത് കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച മാർക്കോടി ഭാഷയിലുള്ള ചിത്രമാണ് ഓങ്കാര. 2023 വനിതാ വിഭാഗം ബാലൻഡിയോർ പുരസ്കാരത്തിന് അർഹമായ സ്പാനിഷ് ഫുട്ബോളറാണ് ഐറ്റാന ബോൺമാറ്റി. 2023 വനിതാ വിഭാഗം ബാലൻഡിയോർ പുരസ്കാരത്തിന് അർഹയായ സ്പാനിഷ് ഫുട്ബോളറാണ് ഐറ്റാന ബോൺമാറ്റി. അപ്പോൾ 2023 ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കും ഐറ്റാന ബോൺമാറ്റിക്കുമാണ്. ഐറ്റാന ബോൺമാറ്റി സ്പാനിഷ് ഫുട്ബോളറാണ്. മികച്ച സ്ട്രൈക്കർക്കുള്ള ഗർഡ് മുള്ളർ ട്രോഫിക്ക് അർഹനായത് എർലിംഗ് ഹാലണ്ട്. നോർവേയുടെ എർലിംഗ് ഹാലണ്ട്. മികച്ച സ്ട്രൈക്കർക്കുള്ള ഗർഡ് മുള്ളർ ട്രോഫിക്ക് അർഹനായത് എർലിംഗ് ഹാലണ്ടാണ്, നോർവേക്കാരനാണ്. അടുത്തൊരു പോയിന്റ്, ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിംഗ്ഹാം, ഇംഗ്ലണ്ടിൻ്റെതാണ്. യാഷിൻ ട്രോഫി നേടിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്. യാഷിൻ ട്രോഫി നേടിയത് എമിലിയാനോ മാർട്ടിനസ്. മേര ഹൗ ചോങ്ബ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം മണിപ്പൂർ ആണ്. മണിപ്പൂർ. രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളിൽ 2021-22 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് BJPക്ക് അല്ലെ. രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളിൽ 2021-22 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് BJPക്കാണ്. 6,046.81 കോടി രൂപയാണ് അന്നത്തെ ആസ്തി. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടോക്കിയോയാണ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടോക്കിയോ ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് അധിഷ്ഠിത ജിഗാബൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനം ആരംഭിച്ചത് ജിയോ സ്പേസ് ഫൈബർ. ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് അധിഷ്ഠിത ജിഗാബൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനം ആരംഭിച്ചത് ജിയോ സ്പേസ് ഫൈബർ ആണ്. അടുത്തൊരു പോയിന്റ്, കെ-ഫോൺ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കെ-ഫോൺ ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കെ-ഫോൺ എന്ന് പറഞ്ഞാൽ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്
2023 ജൂൺ 5 അല്ലെ 2023 ജൂൺ 5-നാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2023 ജൂൺ 5-ന്. കെ-ഫോൺ എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. കെ-ഫോൺ ഒരു രാജ്യാന്തര മൾട്ടി സ്പോർട്സ് മേളയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡൽ കൊയ്ത്ത് അല്ലെ, മെഡൽ കൊയ്ത്ത് എന്ന് പറയുന്നത് അതായത് 111 മെഡലാണ് നേടിയിട്ടുള്ളത്. നടത്തിയ മേള എന്ന് പറയുന്നത് ഹാങ്ഷു ഏഷ്യൻ പാരാ ഗെയിംസ് ആണ്. ഒരു രാജ്യാന്തര മൾട്ടി സ്പോർട്സ് മേളയിൽ ഇന്ത്യ ഏറ്റവും വലിയ മെഡൽ കൊയ്ത്ത് 111 മെഡലുകൾ നേടി. നടത്തിയ മേള എന്ന് പറയുന്നത് ഹാങ്ഷു ഏഷ്യൻ പാരാ ഗെയിംസ് ആണ്. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള രചിച്ച 200ാമത്തെ പുസ്തകമാണ് വാമൻ വൃക്ഷകല. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള രചിച്ച 200ാമത്തെ പുസ്തകമാണ് വാമൻ വൃക്ഷകല. ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈനയാണ്. ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. ജപ്പാനും ദക്ഷിണ കൊറിയയും അടുത്ത സ്ഥാനങ്ങളിൽ. ഏഷ്യൻ പാരാ ഗെയിംസിൽ ചൈന എത്ര മെഡലാണ് നേടിയത്? 521. ഏഷ്യൻ പാരാ ഗെയിംസിൽ ചൈന 521 മെഡലാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പേജിലാണ് അടുത്ത പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും പരീക്ഷ നമ്മളിടുന്നുണ്ട് ടെലഗ്രാമിലേക്ക് ആയിട്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ എത്രാം പതിപ്പാണ് 2023 നടന്നതെന്ന്? അത് 13ാമത്തെ എഡിഷനാണ് അല്ലെ, 13ാം പതിപ്പാണ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ എത്രാം പതിപ്പാണ് 2023 നടന്നത്? 13ാമത് പതിപ്പ്. യുഗിൻ ഭാരത് മ്യൂസിയത്തിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. എന്താണ്? യുഗിൻ ഭാരത് മ്യൂസിയത്തിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫുട്ബോൾ താരങ്ങളുടെ മാനുഷിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി നൽകുന്ന സോക്രട്ടീസ് അവാർഡ് നേടിയത് വിനീഷ്യസ് ജൂനിയർ ആണ്. ഫുട്ബോൾ താരങ്ങളുടെ മാനുഷിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി നൽകുന്ന സോക്രട്ടീസ് അവാർഡ് നേടിയത് വിനീഷ്യസ് ജൂനിയർ ആണ്. ക്ലബ് ഓഫ് ദ ഇയർ പുരുഷ വിഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ക്ലബ് ഓഫ് ദ ഇയർ മാഞ്ചസ്റ്റർ സിറ്റി. വനിതാ വിഭാഗം ക്ലബ് ഓഫ് ദ ഇയർ ജേതാവ് FC ബാഴ്സലോണ ഫെമിനി. മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം 2023 നേടിയത് മലപ്പുറമാണ്. എന്താണ്? മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം 2023 നേടിയത് മലപ്പുറം ജില്ലയാണ്. മികച്ച വകുപ്പിനുള്ള ഭരണഭാഷാ പുരസ്കാരം 2023 നേടിയത് സാമ്പത്തിക സ്ഥിതിവിവര വകുപ്പാണ്. 2023 ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയത് നിത അംബാനിയാണ്. 2023 ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് നേടിയത് നിത അംബാനി. അടുത്ത പോയിന്റ് നോക്കാം, നമ്മൾ തീരാറായിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഹാർമണി ഫൗണ്ടേഷന്റെ സാമൂഹിക നീതിക്കുള്ള 2023 മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ജേതാവ് നർഗീസ് മുഹമ്മദിയാണ്. ഇറാൻ. ഹാർമണി ഫൗണ്ടേഷന്റെ സാമൂഹിക നീതിക്കുള്ള 2023 മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ജേതാവ് നർഗീസ് മുഹമ്മദി, ഇറാൻ. എത്ര വർഷത്തെ ചരിത്രമാണ് യുഗിൻ ഭാരത് മ്യൂസിയത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്? അത് 5000 വർഷത്തെ ചരിത്രം. ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ഉന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ ലഭിച്ച നടിയാണ് ഷർമിള ടാഗോർ. അപ്പോൾ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ഉന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ ലഭിച്ച നടിയാണ് ഷർമിള ടാഗോർ. ഹാങ്ഷു വേദിയൊരുക്കിയ ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 5 അല്ലേ? ഹാങ്ഷു വേദിയൊരുക്കിയ ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 5. 2030 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് അർജന്റീന, ഉറുഗ്വൈ, പാരഗ്വായ്, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ. അപ്പോൾ 2030 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് അർജന്റീന, ഉറുഗ്വൈ, പാരഗ്വായ്, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലെ വൈസ് ചെയർപേഴ്സണായി നിയമിതയായത് ഡോക്ടർ രാജശ്രീ വാര്യറാണ്. ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിലെ വൈസ് ചെയർപേഴ്സണായി നിയമിതയായത് ഡോക്ടർ രാജശ്രീ വാര്യർ. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ്, ലോകകപ്പിൽ ഇന്ത്യക്കാരൻ നേടുന്ന അതിവേഗ സെഞ്ചുറി എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? അത് രോഹിത് ശർമ്മയുടെ പേരിലാണ്. ലോകകപ്പിൽ ഇന്ത്യക്കാരൻ നേടുന്ന അതിവേഗ സെഞ്ചുറി എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? അത് രോഹിത് ശർമ്മയുടെ പേരിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ, 2024 ജനുവരി എന്നീ കറണ്ട് അഫയേഴ്സ് നമ്മൾ തീർത്തിട്ടുണ്ട്. അതിൻ്റെ പരീക്ഷകൾ നമ്മൾ നവംബറും ഡിസംബറും ജനുവരിയും പരീക്ഷകളും നമ്മൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലായിട്ട് നടത്തി. ഇനിയിപ്പോൾ ഇത് ഒക്ടോബറാണ്, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്റ്റംബറാണ്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് ഇതൊക്കെ കാണുക, പ്രയോജനപ്പെടുത്തുക. പരീക്ഷയ്ക്കിനി കഷ്ടിച്ച് കുറച്ച് നാളുകളല്ലേ ഉള്ളൂ, അത് പ്രയോജനപ്പെടുത്തുക.
ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്